നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീവ്രവാദികളെ പോലെ KSU പ്രവർത്തകരെ കൈകാര്യം ചെയ്ത പോലീസ് കൊടിസുനിക്ക് മദ്യം കൊടുക്കുന്ന പോലീസാണെന്ന് ഷാഫി പറമ്പിൽ MP. സർക്കാർ ചിലവിൽ കേരള പോലീസ് എടുക്കുന്നത് പാർട്ടി ഗുണ്ടാപ്പണി. SFI KSU സംഘർഷത്തിൽ KSU പ്രവർത്തകന്റെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും ഷാഫി പറമ്പിൽ. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി CI UK ഷാജഹാനെ സ്ഥലം മാറ്റി. നടപടി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അമേരിക്കയുടെ തീരുവ നയം കേരളത്തിലെ ചെമ്മീൻ പാടങ്ങളിൽ ആശങ്കയുടെ വിത്തിടുന്നു. ചെമ്മീൻ കയറ്റുമതിക്ക് US തീരുവ വർദ്ധിപ്പിച്ചതോടെ കേരളത്തിൽ ചെമ്മീനിന് വിലയിടിഞ്ഞു. ചെമ്മീൻ വില പകുതിയോളം കുറഞ്ഞതായി കർഷകർ. പിന്നിട്ടത് രാധാമാധവ സായാഹ്നം. ശോഭായാത്രകളിൽ അമ്പാടിയായി നാട്. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. തീവ്രവാദികളെ പോലെ KSU പ്രവർത്തകരെ കൈകാര്യം ചെയ്ത പോലീസ് കൊടിസുനിക്ക് മദ്യം കൊടുക്കുന്ന പോലീസാണെന്ന് ഷാഫി പറമ്പിൽ MP. പോലീസ് പെരുമാറുന്നത് പാർട്ടി ഗുണ്ടകളെ പോലെയാണെന്നും ഷാഫി പറമ്പിൽ തൃശൂരിൽ പറഞ്ഞു. പോലീസ് യൂണിഫോം കാക്കിയാണെങ്കിലും എടുക്കുന്നത് പാർട്ടി പണിയാണെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. സർക്കാർ ശമ്പളത്തിൽ പാർട്ടി പണിയെടുക്കുകയാണ് പോലീസ്. കേരള പോലീസ് സർക്കാരിൻ്റെ ഗുണ്ടകളായി മാറി. ഷാജഹാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് ഒരു ഏരിയ സെക്രട്ടറിയേക്കാളും മോശമായാണ്. അല്ല, യഥാർത്ഥത്തിൽ ഈ ഷാജഹാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഏരിയ സെക്രട്ടറി പെരുമാറുന്നതിനേക്കാളും മോശമായും രാഷ്ട്രീയ പക്ഷപാതത്തോടു കൂടിയാണ് ഈ കേസുകളിലെല്ലാം പെരുമാറിയതെന്നുള്ളപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുക. ഞാനിപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഒരു ചെറുപ്പക്കാരൻ പട്ടികവർഗത്തിൽപ്പെട്ട ഒരു ആദിവാസി ചെറുപ്പക്കാരനാണ്. അയാളെ മർദ്ദിച്ചതിന് കേസെടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ പോലും പോലീസ് താല്പര്യം കാണിച്ചിട്ടില്ല. ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ കേസും കൗണ്ടർ കേസും ഉണ്ടാവാറുണ്ട്. അതിന് പോലും പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയത് ഇത്രയും ദിവസം പോലീസ് സർവേലൻസ് പോലും അവിടെ ഉണ്ടായിരുന്നു. 2-3 പോലീസുകാർ അയാളുടെ കട്ടിലും കിടക്കയിലൊക്കെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ദൃശ്യങ്ങളൊക്കെ കണ്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ വരെ കണ്ടു. അപ്പോൾ അതിനിവിടെ പോലീസിനെ പറഞ്ഞയക്കാൻ മനസ്സുള്ളവർക്ക് ആ ഒരു മർദ്ദനമേറ്റതിനെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞാൽ ഈ സെക്കൻഡ് വരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് എടുത്തതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ ജയിലിലുള്ള കുട്ടികളെ കാണുമ്പോൾ തന്നെ അവരെ മർദ്ദിച്ച കേസിലെ പ്രതികളുണ്ട്. ജനുവരിയിലാണ് ആ സംഭവം നടന്നത്. ഇപ്പോൾ ഗണേഷ് ഉൾപ്പെടെയുള്ള KSU ഭാരവാഹികളെ ക്രൂരമായി മർദ്ദിച്ച് 23 ദിവസം അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം 30 ദിവസത്തോളം ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് കയറേണ്ടി വന്നു. അങ്ങനെ 2 മാസത്തോളം ആ പരിക്കിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി എടുത്തൊരു സംഘർഷത്തിൽപ്പെട്ട പ്രതികളെ ഒരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് കാത്തിരുന്നു. അത് സ്റ്റേഷൻ ബെയിൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരുന്നിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാതിരിക്കുക. SFI KSU മർദ്ദന കേസിൽ KSU പ്രവർത്തകന്റെ മൊഴി പോലും എടുത്തില്ലെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി CI UK ഷാജഹാനെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. SFI KSU രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്ത KSU നേതാക്കളെ മുഖംമൂടിയിട്ടും കൈവിലങ്ങണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയ CI ഷാജഹാന്റെ നടപടി ഏറെ വിവാദമായിരുന്നു. ഇതിനെതിരെ വൻ പ്രതിഷേധങ്ങളും ഉയർന്നു. ഇതിനിടെയാണ് ആഭ്യന്തര വകുപ്പ് CIക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജഹാനെ സ്ഥലം മാറ്റിയത്. അടിയന്തരമായി CIയെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി. മുഖംമൂടി ധരിപ്പിച്ച് KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ CIക്ക് വീഴ്ച പറ്റിയെന്നാണ് കണ്ടെത്തൽ. അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് SHO സ്ഥാനത്തു നിന്ന് നീക്കിയത്. പുതിയ ചുമതലകൾ നൽകിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം ചാട്ടുകുളത്തിൽ അജ്ഞാതയായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. 70 വയസ്സോളം പ്രായം തോന്നുന്ന വയോധികയുടേതാണ് മൃതദേഹം. അഗ്നിരക്ഷാസേനയെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. നാട്ടുകാരാണ് ചാട്ടുകുളത്തിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസങ്ങളിലായി വയോധികയെ പരിസര പ്രദേശങ്ങളിൽ കണ്ടതായി നാട്ടുകാർ പറയുന്നു. തമിഴ്നാട് സ്വദേശിനി എന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
മങ്കര പഞ്ചായത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കല്ലൂർ കൂട്ടപ്പുര 145 അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കെയറും അംഗൻവാടികൾ മുഖേന ഇന്ന് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ പഞ്ചായത്തിലും മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ ഭരണസമിതി പരമാവധി ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് 3 സ്ഥലങ്ങളാണ് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അംഗൻവാടി നിർമ്മിക്കുന്നതിനായിട്ട് ലഭിച്ചത്. വാർഡംഗം MV രമേശ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA കലാകണ്ണൻ, AN നാസർ, PM അപ്പുക്കുട്ടൻ, VC പ്രഭാകരൻ, PK ഉണ്ണികൃഷ്ണൻ, KK റഹ്മാൻ, PP ചെന്താമരാക്ഷൻ, മായൻ, CR അഖിത രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ടീച്ചർ പ്രേമ സ്വാഗതവും AE KU റൈഹാന നന്ദിയും പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 22 ലക്ഷം രൂപ ചിലവിലാണ് ആധുനിക രീതിയിലുള്ള അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമേരിക്കയുടെ തീരുവ യുദ്ധം കേരളത്തിലെ ചെമ്മീൻ പാടങ്ങളിൽ ആശങ്കയുടെ വിത്തിടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് US തീരുവ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ ചെമ്മീനിന് വിലയിടിഞ്ഞ അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. വിദേശ വിപണി ലക്ഷ്യമാക്കി നടത്തുന്ന ചെമ്മീൻ കൃഷിക്ക് അമേരിക്കൻ നിലപാട് സൃഷ്ടിച്ചിട്ടുള്ള പ്രതിസന്ധി ചെറുതല്ല. വൈറ്റ് സ്പോട്ട് ഉൾപ്പെടെയുള്ള വൈറസ് ബാധകളിൽ നിന്ന് ചെമ്മീൻ കൃഷി രക്ഷപ്പെട്ടു വരുന്ന സമയത്താണ് വിപണിയെ പിടിച്ചുലയ്ക്കുന്ന വിധത്തിൽ തീരുവ പ്രശ്നം ഉടലെടുത്തത്. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ചെമ്മീൻ കർഷകൻ ദിലീപ് പറഞ്ഞു. നിലവിലുള്ള ചെമ്മീൻ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആഗോള വിപണിയിൽ നേരിട്ടിരിക്കുന്ന മാന്ദ്യങ്ങളാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കാരണം കർഷകരിപ്പോൾ പണ്ടത്തെ മാതിരി മെയിനായിട്ടുള്ള വൈറ്റ് സ്പോട്ട് അങ്ങനെയുള്ള ബാക്ടീരിയകളൊക്കെ വളരെ പൊതുവെ കുറവാണ്. എല്ലാവരും നല്ല രീതിയിൽ മെഡിസിൻസും അല്ലെങ്കിൽ ഫീഡും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൃഷി ചെയ്ത സാധനങ്ങൾ മെറ്റീരിയൽസ് എടുക്കാനും എടുത്ത് അത് എക്സ്പോർട്ട് ചെയ്യണ നമുക്ക് പോകാനുള്ള വില കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ബുദ്ധിമുട്ടുന്നതിനനുസരിച്ചുള്ള ഇപ്പോൾ ഫീഡിനായാലും ശരി അല്ല മെഡിസിനായാലും ശരി എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ്, വില കിട്ടുന്നില്ല. അതിന് മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ മാറ്റങ്ങളാണ്. ഇപ്പോൾ US പോലെയുള്ള രാജ്യങ്ങൾ നമ്മുടെ സാധനങ്ങൾ എടുക്കുന്നില്ല, ചെമ്മീൻ എടുക്കുന്നില്ല. വനാമി ചെമ്മീൻ ഇത് സ്പെഷ്യലായിട്ട് ഇത് ചെയ്യുന്നത് വനാമി ചെമ്മീൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ വനാമി കൃഷി ചെയ്യുന്നത്. നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ഒരു 50% കേരളത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് അതിനുള്ള വില കിട്ടുന്നില്ല എന്നുള്ളതാണ് കർഷകരുടെ ഏറ്റവും ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമായിട്ട്. പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചെമ്മീൻ്റെ വില ഏകദേശം പകുതിയോളം കുറഞ്ഞ അവസ്ഥയാണുള്ളത്. എന്നാൽ തീറ്റ ഉൾപ്പെടെയുള്ള ചിലവുകളിൽ വർധനവുണ്ടാവുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതിയിൽ വർധനവുണ്ടാകുന്നെങ്കിൽ കൂടി ചെറുകിട ചെമ്മീൻ കർഷകർക്ക് അതിൻ്റെ ഗുണഫലം ലഭിച്ചു തുടങ്ങിയിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം, രോഗബാധ, പ്രാദേശിക വിഷയങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളെ നേരിട്ടാണ് കർഷകർ ചെമ്മീൻ കൃഷി നടത്തിവരുന്നത്. താരതമ്യേന ലാഭകരമാണെങ്കിൽ കൂടി വിപണിയിലുണ്ടാകുന്ന പ്രതിസന്ധി മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗ്രാമവീഥികളെ അമ്പാടിയാക്കി അമ്പലപ്പാറയിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്ന ഘോഷയാത്രകൾ അമ്പലപ്പാറ അറവക്കാട് ശിവക്ഷേത്രത്തിൽ സംഗമിച്ചു. Hare
മതി 3 പ്രാവശ്യമായി പോ. താജിക്കൊക്കെ പറയും. മങ്കര അതിർക്കാട് ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ വർണ്ണാഭമായി. നയനമനോഹര കാഴ്ചകൾ നൽകി മണ്ണൂർ നഗരിപ്പുറം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ ഘോഷയാത്രയും. അതിർക്കാട് പതിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ബാലഗോകുലം ശോഭായാത്ര പേരൂർ കഴപ്പയിൽ ശിവക്ഷേത്രത്തിൽ സമാപിച്ചു. പൂത്താലമേന്തിയ ബാലികാ ബാലന്മാരും ശ്രീകൃഷ്ണ രാധ കുചേല വേഷധാരികളും ഭക്തരും ശോഭയാത്രയിൽ അണിനിരന്നു. സൈജു, രമേശ്, കെ ടി ഉണ്ണികൃഷ്ണൻ, രൂപേഷ് കുമാർ, കെ ജി പ്രമോദ്, വിഘ്നേഷ്, പി കെ ലക്ഷ്മണൻ, വിനോദ് കുമാർ, ഷീല, സുധീഷ്, ബിജോയ്, പി സി പ്രമോദ്, രാമചന്ദ്രൻ, സൗമ്യ, ജയൻ എന്നിവർ നേതൃത്വം നൽകി. നഗരിപ്പുറം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരിപ്പുറം വായനശാലയിൽ നിന്നും ശോഭയാത്ര ആരംഭിച്ചു. പത്തിരിപ്പാല ടൗൺ ചുറ്റി നഗരിപ്പുറം വിഷ്ണു ക്ഷേത്രത്തിൽ ഉറിയടിയോടെ സമാപിച്ചു. നൂറുകണക്കിന് ബാലികാ ബാലന്മാരും ഭക്തരും പങ്കെടുത്തു. വൈകിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാ അന്നദാനവുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം കുളപ്പള്ളിയിൽ നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി CN മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളായ VS അച്യുതാനന്ദൻ നഗറിലാണ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം സംഘടിപ്പിച്ചത്. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് MK ജയപ്രകാശ് പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പൗരാവകാശ ലംഘനങ്ങൾ അതിശക്തമായി തുടരുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും തീവ്രമായിട്ടുള്ള ഇടപെടലുകൾ വലിയ തോതിൽ സാമൂഹ്യ വ്യവസ്ഥയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, വർഗീയതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയും ഏകാധിപത്യ വാഴ്ചയിലൂടെ, സ്വേച്ഛാധിപത്യ സമീപനത്തിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സമ്മേളനത്തിൽ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും നടന്നു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി C ശ്രീകുമാർ, A ഉണ്ണികൃഷ്ണൻ, K സദാശിവൻ, M സുരേന്ദ്രൻ, N ജയപാൽ, ND ദിൻഷാദ്, യൂണിയൻ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി MC ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ ചർച്ച, പ്രമേയാവതരണം, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ IP കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായി. സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച രാവിലെ 10 VK ശ്രീകണ്ഠൻ MP കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ നഗരസഭ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിലവിലെ IP കെട്ടിടത്തിലെ സ്ഥലപരിമിതി കണക്കിലെടുത്തും കെട്ടിടം കാലപ്പഴക്കം ചെന്നതിനാലുമാണ് പുതിയ IP കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഒറ്റ നിലയിലാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ 2022-23 വർഷത്തെ MP LADS പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ IP ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 18 VK ശ്രീകണ്ഠൻ MP കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് 2 വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട്. സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച രാവിലെ 10 VK ശ്രീകണ്ഠൻ MP പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ
ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V വിദ്യ തുടങ്ങിയവർ പങ്കെടുക്കും. പുതിയ IP കെട്ടിടം നാടിന് സമർപ്പിക്കുന്നതോടെ ഗവൺമെൻറ് ആശുപത്രിയിലെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പുതിയ വൈദിക മന്ദിരത്തിന്റെയും ഓഫീസ് മുറികളുടെയും പള്ളിമണിയുടെയും വെഞ്ചിരിപ്പ് കർമ്മം നടന്നു. വെഞ്ചിരിപ്പ് കർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവ് നിർവഹിച്ചു. ആഘോഷമായ ദീപബലിയോടുകൂടിയാണ് തിരുകർമ്മങ്ങൾ ആരംഭിച്ചത്. മാർ ടോണി പിതാവ് സന്ദേശം നൽകി. ഇന്ന് 90ാം ജന്മദിനം ആഘോഷിക്കുന്ന ഹോളി ക്രോസ് സഭാംഗം റവറന്റ് സിസ്റ്റർ എലിസബത്തിന് നവതിയുടെ ആശംസകൾ നേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആഘോഷകരമായ ദീപബലിക്ക് ഇടവക വികാരി റഫറന്റ് ഫാദർ ഷിജു ചിറ്റിലപ്പിള്ളി, റഫറന്റ് ഫാദർ ഡെവിൻ ഒലങ്കെങ്കിൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് വൈദിക മന്ദിരത്തിന്റെയും പള്ളി ഓഫീസ് മുറികളുടെയും പുതിയ ദൈവാലയത്തിലേക്ക് വേണ്ടിയുള്ള പള്ളി പണിയുടെയും വെഞ്ചിരിപ്പ് കർമ്മവും നടന്നു. ചടങ്ങിൽ ഇടവികാരി റഫറന്റ് ഡോക്ടർ ഷിജു ചിറ്റിലപ്പള്ളി, ജനറൽ കൺവീനർ ഫ്രാൻസിസ് ജോസഫ് മണിയൻചിറ, ട്രസ്റ്റിമാരായ വർഗീസ് AJ, അഖിൽ ജോസ് മൊനാച്ചേരി, റവറന്റ് സിസ്റ്റർ ശാലിന CMC, റവറന്റ് സിസ്റ്റർ ടെസി തോമസ്, ഹോളി ക്രോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതിയ ദൈവാലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആശീർവാദ കർമ്മം 2026 ജനുവരിയിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീവ്രവാദികളെ പോലെ KSU പ്രവർത്തകരെ കൈകാര്യം ചെയ്ത പോലീസ് കൊടിസുനിക്ക് മദ്യം കൊടുക്കുന്ന പോലീസാണെന്ന് ഷാഫി പറമ്പിൽ MP. സർക്കാർ ചിലവിൽ കേരള പോലീസ് എടുക്കുന്നത് പാർട്ടി ഗുണ്ടാപ്പണി. SFI KSU സംഘർഷത്തിൽ KSU പ്രവർത്തകന്റെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും ഷാഫി പറമ്പിൽ. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി CI UK ഷാജഹാനെ സ്ഥലം മാറ്റി. നടപടി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അമേരിക്കയുടെ തീരുവ നയം കേരളത്തിലെ ചെമ്മീൻ പാടങ്ങളിൽ ആശങ്കയുടെ വിത്തിടുന്നു. ചെമ്മീൻ കയറ്റുമതിക്ക് US തീരുവ വർദ്ധിപ്പിച്ചതോടെ കേരളത്തിൽ ചെമ്മീനിന് വിലയിടിഞ്ഞു. ചെമ്മീൻ വില പകുതിയോളം കുറഞ്ഞതായി കർഷകർ. പിന്നിട്ടത് രാധാമാധവ സായാഹ്നം. ശോഭായാത്രകളിൽ അമ്പാടിയായി നാട്. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.